ലോകത്തിലെ ഭയാനകമായ പ്രശ്നങ്ങളാണ്. എന്നാൽ കർത്താവിൻ്റെ നീതിയിൽ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. കർത്താവിൻ്റെ നീതിയിൽ ഒരു വചനം വരുന്നു എന്ന് പറഞ്ഞാൽ CCC കാറ്റഗിസത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: അന്ത്യവിധിയിൽ ഇത് വെളിപ്പെടും. 1140 അന്ത്യവിധിയിൽ ഒന്ന് വെളിപ്പെടും. ദൈവത്തിൻ്റെ നീതി മനുഷ്യർ ചെയ്യുന്ന അഥവാ തൻ്റെ സൃഷ്ടി ചെയ്യുന്ന സകല അനീതിയുടെയും മേൽ വിജയം വരിക്കും. 1040 അവസാനം ദൈവത്തിൻ്റെ നീതി അവിടുത്തെ സൃഷ്ടികൾ ചെയ്ത സർവ അനീതികളെയും കീഴടക്കുമെന്നും ദൈവത്തിൻ്റെ സ്നേഹം മരണത്തേക്കാൾ പ്രബലമാണെന്നും അന്ത്യവിധി വെളിപ്പെടുത്തും. ഒന്നുകൂടി പറയട്ടെ, ചിലപ്പോഴേ ദൈവത്തിൻ്റെ നീതി അവിടുത്തെ സൃഷ്ടികൾ ചെയ്യുന്ന സർവ അനീതികളെയും കീഴടക്കും, ട്രയംഫ്, അതിൻ്റെ മേൽ വിജയം സ്ഥാപിക്കും. അതാണ് അന്ത്യവിധിയുടെ വിക്ടറി. അല്ലാണ്ട് അന്ത്യവിധി എന്ന് പറഞ്ഞാൽ ആളുകളെ ശിക്ഷിച്ച് നരകത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ല. സകല അനീതിയുടെ മേൽ ദൈവത്തിൻ്റെ നീതി വിജയിക്കും. അതിപ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അനീതി ചെയ്യണതിനോ കാണുമ്പോൾ നമ്മൾ പറയും, കർത്താവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ആ അനീതിയെ അകറ്റാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തിനാണ് നമ്മളിതൊക്കെ പറഞ്ഞത്? 34-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു അവസാന ഭാഗത്തിൻ്റെ വിവരമാണ്. അതിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ നമ്മൾ കേട്ടു. കർത്താവിൻ്റെ സംരക്ഷണം കണ്ടോ? കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയണെന്താ? ദൈവഭക്തരുടെ ചുറ്റും താവളമടിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാർ, അതാണ് കാവൽമാലാകെന്ന്. അതൊന്നും ഇവിടെ ആരും പറയണ കേൾക്കാറില്ല. നമുക്ക് കാവൽമാലാകെ ഉണ്ടോ? എന്താണ് ആ കാവൽമാലാകയുടെ പണി? കേട്ടോ, എവിടെയാണത്? കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച്, കണ്ടോ, കർത്താവിൻ്റെ ദൂതൻ, അതാണ് കാവൽമാലാക, ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. ഇത് കൂടുതൽ എന്താ വേണ്ടേ? ഓക്കെ, നല്ല ഉറങ്ങാനുള്ള സമയം. ഞാൻ സാധാരണ പറയാറുണ്ട്, ധ്യാനത്തിന് അമ്മച്ചിമാരാണ് കൂടുതൽ വരാറ്, അല്ലെങ്കിൽ ലേഡീസാണ് കൂടുതൽ വരാറ്. എന്തുകൊണ്ടാണെന്നറിയാമോ? 5 ദിവസത്തേക്ക് ചട്ടിയും കലത്തിൻ്റെ അടുക്കേന്ന് വിട്ടു. ഇനി ചട്ടിയും കലവുമില്ല. ഇതിലോ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ് അല്ലേ? 5 വർഷം 5 ദിവസം ഇനി അടുക്കളയിൽ കയറാണ്ട് ഇവിടെ മഠത്തിൽ സിസ്റ്റർമാരുണ്ടാക്കി തരണ ഭക്ഷണം കഴിച്ചിങ്ങനെ ചിരി ഉറങ്ങി കുറച്ച് വചനമൊക്കെ കേട്ട് സുഖമായിട്ടിരിക്കുക. ഇത് ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. ഇത് വേണം ഈ അമ്മമാർക്ക്. ഈ രാവിലെ എഴുന്നേറ്റ അതേ ചട്ടി, അതേ കലം, അതേ ചിരട്ട, അതേ ചകിരി, അതേ നമ്മൾ തിന്നാനും അവർ കഴുകാനും, കഴുകിയെല്ലാം കഴിയുമ്പോഴേക്കും അടുത്തത് ഉണ്ടാക്കാൻ സമയമായി. പിന്നെ അതുണ്ടാക്കി അത് കൊടുത്ത് അവരും ഭക്ഷണം കഴിച്ച് ആ പാത്രം കഴുകി കഴിയുമ്പോഴേക്കും അടുത്തത് ഉണ്ടാക്കാൻ. ഈ കുരിശാണോ നല്ലത്? തോമാസ് ലേയുടെ കുരിശ് വന്നിട്ട് പോണതാണോ വലുത്? അവർക്ക് ഒരാഴ്ച 5 ദിവസം അടുക്കളയിൽ നിന്ന് മോചനം. അതിനാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ ലേഡീസ് കൂടുതൽ വരണത്. അത് വളരെ പ്രോത്സാഹജനകമാണ്. മാസത്തിൽ ഒരാഴ്ച വന്നോ, അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ അങ്ങനെ ഒന്ന് വിശ്രമിക്കണം. ഈ ചട്ടിയും കലത്തിൻ്റെ ലോകത്തിൽ നിന്ന് വേറെ ലോകത്തിലേക്കൊന്ന് പോകണം. അതിനിപ്പോൾ നമുക്ക് എവിടെ പോകാനാ? ധ്യാനകേന്ദ്രമാണെങ്കിൽ സൗകര്യമായി 100-200 രൂപ ഒരാഴ്ച അങ്ങ് പോയി കിട്ടുകയും ചെയ്യും. സുഖമായിട്ട് കുർബാനക്ക് കുർബാന, ആരാധനയ്ക്ക് ആരാധന, കുമ്പസാരത്തിന് കുമ്പസാരം, വചനവും കേട്ടു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് നല്ലതല്ലേ? നമ്മൾ ചേട്ടന്മാരങ്ങനെ പറഞ്ഞ് വിടണ്ടേ? അമ്മമാരെ
ഭാര്യമാരെയൊക്കെ പറഞ്ഞു വിടണം, നീ പോയിട്ടൊന്ന് വിശ്രമിക്കും, ഒരാഴ്ച ധ്യാന കേന്ദ്രത്തിലേക്ക് പോ. പറഞ്ഞു വിടുകയല്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പ്രയാസമാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അടുക്കളയ്ക്ക് എങ്ങനെയാണ് കിടക്കണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇനി ഈ ക്ലാസ് തുടങ്ങണമെന്നാണ് എനിക്ക് ആഗ്രഹമെങ്കിലും കുറച്ച് സമയം ഇനി നിങ്ങൾ ഓരോരുത്തരുടെയും അനുഭവവും സംശയങ്ങളും ബോധ്യങ്ങളും പങ്കുവയ്ക്കണം. നമുക്കൊന്ന് ഒരു നിമിഷം പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയം സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നലെ, ദൈവനീതിയെക്കുറിച്ച് എനിക്ക് പ്രധാനമായിട്ട് കേൾക്കേണ്ടത്, ദൈവനീതിയെക്കുറിച്ചുള്ള ഇന്നലത്തെ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി, അതിലെന്തെങ്കിലും സംശയമുണ്ടോ? അതിൻ്റെ ബാക്കി എനിക്ക് പറയാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആയാലേ ബാക്കി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഇന്നലെയെല്ലാം കേട്ട് ഇന്നും കേട്ടു. ഈ ദൈവനീതിയെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഈശോ കൊണ്ടുവന്നിരിക്കുന്ന ഈ നീതിയും പരിസേയ നീതിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചത് പരിശുദ്ധാത്മാവെ ഓർമ്മിപ്പിക്കണേ. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിക്കണമേ. ഇത് മറ്റുള്ളവരോട് പറയാൻ പെട്ടെന്ന് പറ്റണ കാര്യമല്ല. എന്നാൽ അത് മറ്റുള്ളവരോട്, തൊട്ടടുത്തിരിക്കുന്നവരോടെങ്കിലും ചെറിയ വാക്കുകളിലൂടെ പറയാനും പ്രഘോഷിക്കാനും പരിശുദ്ധാത്മാവെ ശക്തി നൽകണേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നിങ്ങൾ ആദ്യം അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കൂ, പറയൂ, പ്രഘോഷിക്കൂ. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്?